വനിതാ മാധ്യമപ്രവർത്തകയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി പോലീസ്. ജനം ടി.വി. വനിതാ റിപ്പോർട്ടർ നൽകിയ പരാതിയിലാണ് നടപടി. തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസാണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയത്. വിവരങ്ങളുമായി എം.കെ. വിനോദ് ചേരുകയാണ്. വിനോദ്, വനിതാ റിപ്പോർട്ടറുടെ പരാതിയിലാണ് ഇപ്പോൾ വഞ്ചിയൂർ പോലീസിന്റെ നടപടി. മറ്റ് വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും സുരേഷ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസം KSRTC ഡ്രൈവറായിരുന്ന യദുവിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ് ജനം ടിവിയുടെ വനിതാ റിപ്പോർട്ടർ വഞ്ചിയൂർ കോടതി പരിസരത്ത്, കോടതി വളത്തിന് പുറത്ത് യദുവിന്റെ കേസുമായി ബന്ധപ്പെട്ട വാർത്ത ശേഖരിക്കാൻ വേണ്ടിയാണ് പോയത്. ആ സമയത്താണ് മാധ്യമപ്രവർത്തകരുടെ ഇടയിലേക്ക് അപരിചിതനായ ഒരാൾ നുഴഞ്ഞു കയറുകയും മാധ്യമപ്രവർത്തകർ ശല്യം ചെയ്യുകയും ചെയ്തത്. ഇത് ചോദ്യം ചെയ്തതോടെ അഭിഭാഷകരടക്കമുള്ള ആളുകൾ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഈ സംഭവം. പോലീസും അഭിഭാഷകരും ഒക്കെ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഈ സംഭവം നടന്നത്. ഈ വാർത്ത ശേഖരിച്ചതിന് ശേഷം ഇക്കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം അസഭ്യം വിളിച്ച് ഈ കോടതി വളപ്പിലേക്ക് ഓടിക്കയറുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങളെല്ലാം ലഭ്യമാണ്. നമ്മളത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ദൃശ്യങ്ങളടക്കം ജനം ടിവിയുടെ വനിതാ റിപ്പോർട്ടർ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ ചിത്രം അടക്കം, ഈ ആളിന്റെ ചിത്രം അടക്കം പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇയാളിനെ കാണുന്നവർ, ഏതെങ്കിലും സ്ഥലത്ത് കാണുന്നവർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ ഫോൺ നമ്പർ എല്ലാം അടക്കം ഈ കുറ്റക്കാരന്റെ ചിത്രം അടക്കമുള്ള ലുക്കൌട്ട് നോട്ടീസാണ് പോലീസ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, വിശദമായിട്ട് തന്നെ വനിതാ മാധ്യമപ്രവർത്തകയിൽ നിന്ന് മൊഴിയും എടുത്തിട്ടുണ്ട്. ഈ കേസ് ഊർജിതമായി വഞ്ചിയൂർ പോലീസ് അന്വേഷിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് ഗൗരവതരമായി എടുത്തതുകൊണ്ടാണ് ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഈ ചിത്രം പുറത്തു വന്നതോടുകൂടി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുരേഷ്, എം.കെ. വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്.